ഉറപ്പായിട്ടുണ്ട്. സിനിമയെ പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് ഈ സിമി റോസ്ബെല്ലിൻ്റെ അഭിമുഖത്തിൽ പറയുന്നത്. വിവേചനം നടപ്പിലാക്കുന്നത് പവർ ഗ്രൂപ്പാണ്. അവസാനത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പവർ ഗ്രൂപ്പിൽ പ്രതിപക്ഷ നേതാവും ഉണ്ട്. അപ്പോൾ ഈ പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് CPM-ന്റെ ഭാഗമായിട്ട് ആരോപിക്കപ്പെടുന്നത് എന്നത് വി.ഡി. സതീശൻ തന്നെ ഈ ഇന്റർവ്യൂ ഒന്ന് കണ്ടതിന് ശേഷം വിശദീകരിക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്ന് വന്ന സിനിമയിലെ തുറന്നു പറച്ചിലുകളും ഉയർത്തിയ മൂവ്മെന്റ് അതിന്റേതായ ഗതിവേഗം കൈവരിക്കുകയാണ്. സിനിമയിലെ ലൈംഗിക ചൂഷണങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്ന് 12-ാം ദിവസം മറ്റൊരു തുറന്നു പറച്ചിലുണ്ടാകുന്നു. അവസരം കിട്ടാൻ കോൺഗ്രസിൽ ചൂഷണത്തിന് നിന്നുകൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്ന് AICC അംഗവും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ സിമി റോസ്ബെൽ ജോൺ ന്യൂസ് 18 ഡെപ്യൂട്ടി എഡിറ്റർ അപർണ കുറുപ്പിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. ഹേമ കമ്മിറ്റി മോഡൽ രാഷ്ട്രീയത്തിലും കൊണ്ടുവരണം. പാർട്ടിയിൽ വിവേചനങ്ങൾ നടപ്പിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള സംസ്ഥാന കോൺഗ്രസിലെ പവർ ഗ്രൂപ്പാണ്. കഴിവോ പ്രവർത്തന പരിചയമോ ഇല്ലാത്ത സ്ത്രീകൾക്ക് ഈ സ്വാധീനത്തിൽ അവസരം നൽകുന്നു. ചില നേതാക്കന്മാരുടെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റിയാൽ മാത്രം അവസരം. അതിനായി ചൂഷണത്തിന് നിന്നുകൊടുക്കേണ്ടി വരുന്നുവെന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് സിമി റോസ്ബെൽ ഉയർത്തുന്നത്. സിമി റോസ്ബെൽ ജോണിന്റെ വെളിപ്പെടുത്തൽ ഏറ്റെടുത്തിരിക്കുകയാണ് CPM. ഇന്റർവ്യൂ കണ്ട ശേഷം പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് CPM-ന്റെ ഭാഗമായി ഉന്നയിക്കപ്പെടുന്നതെന്ന് V.D. സതീശൻ വിശദീകരിക്കണമെന്ന് MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസിലും കാസ്റ്റിംഗ് കൗച്ചോ? ഈ വിഷയത്തിൽ നമുക്കൊപ്പം അതിഥികൾ ചേരുന്നു. സ്വാഗതം. നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത് ശ്രീമതി സിമി റോസ്ബെൽ ജോൺ തന്നെ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. N. ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, പ്രമീള ദേവി, BJP-യെ പ്രതിനിധീകരിച്ച് CPM-നെ പ്രതിനിധീകരിച്ച് PM ആർഷോ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി സിമി റോസ്ബെൽ ജോൺ. അതിഗുരുതരമായ ആരോപണങ്ങളാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അവിടുത്തെ സ്ത്രീകൾ പൊതുമധ്യത്തിൽ വന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. പരാതി ഉൾപ്പെടെ നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. സമാനമായ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ താങ്കളും ഉയർത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ അനിവാര്യമാകുന്നത്? ഒരു മഹിളാ കോൺഗ്രസില് ഇപ്പോ പുതിയതായിട്ട് വലിയൊരു ടീം വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കേണ്ടത് അടുത്ത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന 50% തിരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കാതിരിക്കണം. അപ്പൊ അതിന്റെ ഒരു ശുദ്ധീകരണ കലശമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പം അതിലെങ്കിലും മെറിറ്റ് ഉള്ള വനിതകൾ വരണം. നമുക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹം കൂടി എനിക്കുണ്ട്. അതും ഒരു കാരണമാണ്. അപ്പോൾ അവസരങ്ങൾ മെറിറ്റ് ഉള്ളവർക്ക് മാത്രം ലഭിക്കുക എന്നതാണ് താങ്കളുടെ പറഞ്ഞോളൂ. അല്ല, മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെ മെമ്പർഷിപ്പ് എടുത്തിട്ട് 7 വർഷം കണ്ടായിട്ടുള്ളല്ലോ. പിന്നെ അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് കിട്ടിയത്, അവരുടെ മാത്രം വോട്ട്. അപ്പൊ അവരൊക്കെ വലിയ പദവികളിൽ ഇരിക്കുകയാണല്ലോ. അപ്പൊ അവർക്കും ത്യാഗവും ഈ പാർട്ടിക്ക് വേണ്ടിയുള്ള സംഭാവനകള്, ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള വനിതകളുടെ വേദനകളോ രോധനങ്ങളോ ഒന്നും അറിയില്ല. അവരൊക്കെ വായിൽ വെള്ളിക്കരണ്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ ഡിജിറ്റൽ PR വർക്കിലൂടെ നേതാവാകാം. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരായ ലക്ഷക്കണക്കിന് സ്ത്രീകളുണ്ട് ഈ പാർട്ടിയിൽ. അപ്പൊ അവർക്കൊന്നും നീതി നിഷേധിക്കപ്പെടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായും അർഹതപ്പെട്ടവർക്ക് ഭരണഘടനാ പദവി വഹിച്ച എനിക്ക് തന്നെ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായും അർഹതപ്പെട്ട കൈകളിലേക്ക് അവരുടെ അവകാശം എത്തണം എന്ന ഒരു ലക്ഷ്യം താങ്കൾക്ക് ഇതിൽ ഉണ്ട് എന്ന് പറയുന്നു. നോക്കൂ, ഈ കോൺഗ്രസിനെ പോലെ ഒരു വലിയ പാർട്ടി, ആ പാർട്ടിയിൽ ഭാഗഭാക്കായ അതിൽ പ്രവർത്തിക്കുന്ന നിരവധിയായ സ്ത്രീകളുണ്ട്. അതേപോലെ തന്നെ പൊതുപ്രവർത്തനം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവിക്കൽ, അത് ജീവിതത്തിന്റെ മാർഗമായി കണ്ട് അതിൽ പ്രവർത്തിക്കുന്ന നിരവധി പുരുഷന്മാരുമുണ്ട്. താങ്കൾ ഇപ്പോൾ ഈ ഉന്നയിച്ചിരിക്കുന്ന
ആരോപണത്തിന്റെ ഗൗരവം എത്രമാത്രം ആ പാർട്ടിയെ ബാധിക്കുമെന്ന ബോധ്യം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഞാനിത് പാർട്ടി പ്രസിഡന്റിനോട് പത്മജ വേണുഗോപാൽ രാഷ്ട്രീയകാര്യ സമിതിയും അവര് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് റോസക്കുട്ടി ടീച്ചർ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റോസക്കുട്ടി ടീച്ചർ മാത്രമല്ല, ശോഭന ജോർജ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷഹീദ കമാൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ KPCCയിൽ ഈ തോൽക്കുന്ന സീറ്റ് മാത്രം കിട്ടിയ ഒരു വനിതാ നേതാവായിരുന്നല്ലോ സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ ശ്രീമതി ലതിക സുഭാഷ്. അവര് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എത്ര ഹൃദയ ചങ്ക് പറിക്കുന്ന വേദനയോടെയാണ് ഈ പാർട്ടി വിട്ടുപോയതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം നീതി നിഷേധിക്കപ്പെട്ടു. അവരെന്തുകൊണ്ടാണ് ശിരസ് മുണ്ടനം ചെയ്ത് ശാപവാക്കുകൾ ഉരുവിട്ടുകൊണ്ടാണ് അവർ ഈ പാർട്ടിയോട് വിട പറഞ്ഞത്? ഇല്ലേ? അപ്പൊ അവർക്കൊക്കെ അർഹതപ്പെട്ടത് ഈ 42 വർഷം ഒരു സ്ത്രീയോടെങ്കിലും നീതി കാണിച്ചിട്ടുണ്ടോ എന്ന ആത്മപരിശോധന നടത്തണം. തീർച്ചയായും. ശ്രീമതി സിമി റോസ്ബെൽ, താങ്കൾ ഉന്നയിക്കുന്ന വിഷയം സ്ത്രീകൾക്ക് അവസരം കിട്ടുന്നില്ല, സ്ത്രീകളിൽ തന്നെ അർഹതപ്പെടാത്ത ചിലർക്ക് ഈ അവസരം കിട്ടുന്നുണ്ട് എന്ന കാര്യം താങ്കൾ ഇപ്പോൾ ഞാൻ 3 ചോദ്യങ്ങൾ ചോദിച്ചതിലും താങ്കൾ ആ കാര്യം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതിനപ്പുറം കോൺഗ്രസിൽ ചൂഷണത്തിന് നിന്നു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അതിന് നിന്നു കൊടുക്കുന്നവർക്ക് മാത്രമാണ് അത്തരം അവസരങ്ങൾ ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള ആരോപണമാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചൂഷണത്തിന് വിധേയരാകുന്നവർക്ക് മാത്രം ലഭിക്കുന്ന അവസരം പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ, എല്ലാവരെയും അടച്ചാക്ഷേപിക്കരുത് പ്രിയപ്പെട്ട രേണുക. എത്രയോ കുലീനയായ സ്ത്രീകളുണ്ട് ഈ പാർട്ടിയിൽ, എത്രയോ ആളുകളുണ്ട്. കേരള സർവകലാശാല വൈസ് ചെയർമാനായ സുജ, നന്ദാവനം പോലീസ് ക്യാമ്പിൽ KC വേണുഗോപാലിനൊപ്പം അന്ന് KSUവിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് ശ്രീ KC വേണുഗോപാൽ. അതിക്രൂരമായ മർദ്ദനത്തിന് ഇടവരുന്നത്. ഞാൻ അന്ന് ആ സുജയുടെ ഫോട്ടോ മലയാള മനോരമയിൽ സുജയുടെ തലയ്ക്ക് ഇഷ്ടികൊണ്ട് അടിക്കുന്ന ഒരു പോലീസ്, അതിന്റെ ഫോട്ടോ ഞാൻ കുറെ കാലം വെട്ടി സൂക്ഷിച്ചിരുന്നു. കാരണം അത്രയും ത്യാഗസജി. ഇന്നും സുജിക്ക് ഒരു അമ്മയാവാൻ പറ്റിയിട്ടില്ല. ഇന്നും പറ്റിയിട്ടില്ല സുജിക്ക്. ആ അന്നത്തെ അതിക്രൂരമായ മർദ്ദനം. അവരൊക്കെ ഇന്ന് എവിടെയാണ്? തീർച്ചയായും. അതുപോലെ സഹിച്ച് ഈ പാർട്ടിയിൽ ഇങ്ങനെ പറന്ന് അർഹതപ്പെട്ട ആളുകൾക്ക് അവസരം നിഷേധിക്കുന്നത് ലീഡേഴ്സിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവാണ്. അർഹതപ്പെട്ട ആളുകൾക്ക് അവസരം നിഷേധിക്കുന്നത് ക്രൂരമാണ്. അർഹതയില്ലാത്തവർ എത്തിപ്പെടുന്നുണ്ട് എന്ന സാഹചര്യം താങ്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ ഈ തരത്തിൽ ലൈംഗിക ചൂഷണങ്ങൾക്ക് നിന്നു കൊടുത്തുകൊണ്ട് മാത്രം ഈ പദവി ലഭിക്കുന്നു എന്നൊരു ആരോപണം താങ്കൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ കൃത്യമായ തെളിവുകൾ താങ്കൾ കയ്യിലുണ്ടോ? അങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള അനുഭവങ്ങൾ താങ്കളുടെ കയ്യിലുണ്ടോ? ഞാൻ ഒരാൾക്കെതിരെയും ഒരു ലൈംഗിക ആരോപണവും ഞാൻ ഉന്നയിച്ചിട്ടില്ല. പക്ഷെ എന്നോട് പരാതി പറഞ്ഞ സ്ത്രീകളുണ്ട്. അതിന് 3 പേരുടെ കാര്യങ്ങൾക്ക് എന്റെ മൊബൈലിൽ തെളിവുണ്ട്. അതെനിക്ക് പറയാം. അല്ലാതെ ഐ നെവർ സ്പീക്ക് ബാഡ് അബൌട്ട് അതേഴ്സ്. ഒരാളുടെ പ്രൈവസി കയറി ഞാൻ ഇടപെടാറില്ല. ഒരാൾക്ക്, ഒരു ലീഡർക്ക് ഒരാളെ സ്പോൺസർ ചെയ്യണമെന്ന് അത് അവരുടെ പേഴ്സണൽ കാര്യം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ മെറിറ്റ് തടയപ്പെടുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ വാച്ച് ചെയ്യുകയാണ്. ഞാൻ PSC കഴിഞ്ഞതിന് ശേഷം മുല്ലപ്പള്ളിയുടെ കമ്മിറ്റിയിൽ വന്നു. അതിൽ വന്നിരിക്കുന്ന എറണാകുളം ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്ന നേതാവ് ആരാണ്? അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇല്ല, ഈ പാർട്ടിയിൽ റിബലായി മത്സരിച്ച് വിരലിൽ എണ്ണാവുന്ന വോട്ട് വാങ്ങിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ഒരാള് തിരിച്ചുന്നത പദവിയിൽ വരുന്നു. ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്യുകയും അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ശ്രീ ജയരാജൻ സാറിന് അയച്ചു കൊടുക്കുകയും ദല്ലാൽ നന്ദകുമാർ അത് TV ചാനലിലൂടെ വിളിച്ച് ഒരു കേസ് കൊടുക്കുക എന്ന് പറയുമ്പോ താങ്കൾ അതൊക്കെ ആ ഇന്റർവ്യൂവിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ. ഈ ലീഡർഷിപ്പ് മൗനം പാലിച്ച് തീർച്ചയായും ഇവരെയൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് ഇത് പ്രതിപക്ഷ നേതാവിന്റെ ജില്ലയാണല്ലോ. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? 3 അനുഭവങ്ങളുടെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ. 3 അനുഭവങ്ങൾ താങ്കളുടെ കയ്യിൽ തെളിവുൾപ്പെടെയുള്ള 3 അനുഭവങ്ങൾ പറഞ്ഞു. എന്താണ് അവർ വെളിപ്പെടുത്തിയത്? അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആരോപണം അവർ ഉന്നയിച്ച ആളുകൾ ആരാണ് എന്ന് വെളിപ്പെടുത്താൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് സംഭവിച്ചതെന്നെങ്കിലും പറയുമോ? അവര് തന്നെ ചിലപ്പോ ഇല്ല രാഷ്ട്രീയ മര്യാദ എന്നൊന്നുണ്ട്. ഇല്ലേ, നമുക്ക് പൊളിറ്റിക്കലി നമ്മൾ ഒപ്പോസിഷനാണ്, നമ്മൾ കാണിക്കുന്ന ചില മര്യാദകളുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇതിന്റെ ഒരു സുതാര്യത ഞാൻ ഇപ്പൊ തൽക്കാലം സംരക്ഷിക്കുകയാണ്. ചിലപ്പോ അവര് തന്നെ രംഗത്ത് വന്നെന്നിരിക്കും.
കാരണം ഇപ്പോ കുറച്ചൊക്കെ ധൈര്യം കിട്ടിയിട്ടുണ്ട് പലർക്കും. കാരണം എല്ലാവർക്കും പേടിയാണ്. എന്തിനാണ് പേടിക്കുന്നതെന്ന് എനിക്ക് ഞാൻ ഈ പോസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ ദിവസവും വളരെ സജീവമാണ് പൊതുപ്രവർത്തന രംഗത്ത്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഓരോ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഒരു മീഡിയയുടെ പുറകെ നടക്കുന്ന ആളല്ല. ഞാൻ ഈ അപർണ എന്നെ ഇന്റർവ്യൂ വിളിച്ചപ്പോൾ പോലും ഞാൻ അത് ഇപ്പൊ തൽക്കാലം വേണ്ട എന്ന് മാത്രം ഞാൻ പറഞ്ഞ ഒരാളാണ്. പിന്നെ അത് വിധി പോലെ എന്റെ അടുത്ത് വന്നു ചേർന്നതാണ്. അപർണ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉണ്ടാകുന്ന സാഹചര്യം അതാണ്. ഞാൻ പറയാൻ സ്ത്രീകൾക്ക് ധൈര്യം ലഭിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ എന്നതാണ് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം അത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ഇന്ന് അതായത് ഇത് കൂടാതെ ഇപ്പൊ വിസ്മൃതിയിലായ പല വനിതാ നേതാക്കളുണ്ട്. അവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവരെന്നെ നമ്പർ പോലും എന്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ എനിക്കിന്ന് ഇന്ന് 12 ചാനലുകൾ എന്റെ അടുത്ത് വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് പലരോടും ഞാൻ പിന്നെ വിളിക്കാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കളക്ട് ചെയ്യും. അതുപോലെ ഞാൻ അത് അവർക്ക് വേണ്ടുന്ന എന്താണ് അവരുടെ പ്രശ്നം എന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ അവരോട് കോണ്ടാക്ട് ഇല്ലല്ലോ, ഒത്തിരി വർഷമായി. അവർ പങ്കുവെച്ച അനുഭവം എന്താണ് എന്നത് ചുരുക്കി പറയാമോ? ഇല്ല, അതൊന്നും ഞാൻ പറയില്ല. നിർബന്ധിക്കരുത്. ഓക്കെ, എന്താണ് എന്ന് വെച്ചാൽ അതൊക്കെ മോശമായ അനുഭവമാണ്, അത്ര മാത്രം പറയാം. അവർക്ക് ഏതെങ്കിലും അതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ വേണ്ടി അല്ല ഞാൻ പറയട്ടെ, എല്ലായിടത്തും എല്ലാ ഫീൽഡിലും ഉണ്ട് എന്റെ ശ്രീമതി ഡിയർ റേണുക. എല്ലാ ഫീൽഡിലും ഉണ്ട്, നന്മയും തിന്മയും ഉണ്ട്, ഇല്ലേ? എല്ലായിടത്തും ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്, പിന്നെ നേർവഴിയിലൂടെ എത്തേണ്ടടുത്ത് എത്തുന്നവരുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒരു സ്ഥലത്ത് മാത്രമേ. പക്ഷേ ഈ ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഞാനൊക്കെ പ്രവർത്തിച്ച സമയത്ത് ശ്രീ കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടി സാറിന്റെയും രമേശ് ചെന്നിത്തലയുടെ ഒക്കെ ഒപ്പം പ്രവർത്തന രംഗത്തേക്ക് വന്ന ഒരാളാണ്. ആ ഒരു ഞങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു സ്നേഹം, പ്രൊട്ടക്ഷൻ. ഞാനൊക്കെ ഒരു യൂത്ത് കോൺഗ്രസ് എനിക്കൊക്കെ ക്ലിഫ് ഹൗസിലാണ് ഭക്ഷണം കല്യാണിക്കുട്ടിയമ്മ തരുന്നത്. അങ്ങനത്തെ ഒരു എന്താ പറയാ, ജില്ലാ കൌൺസിൽ മെമ്പറൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പത്മജ ചേച്ചിയാണെങ്കിൽ അതായത് അമ്മയുടെ സ്ഥാനത്താണ്. ഞങ്ങള് ഡൽഹി ചെല്ലുമ്പോ വണ്ടി അയക്കും എയർപോർട്ടിലോട്ട്. കൃഷ്ണമേനോൻ മാത്രമാണ് അങ്ങനെയുള്ള സഹകരണങ്ങൾ മുൻകാലങ്ങളിൽ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതല്ല സാഹചര്യം. ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ കിട്ടിയിരിക്കുന്നത് സ്ത്രീകൾ. അതെ. ശ്രീമതി സിമി റോസ്ബെൽ, താങ്കൾ പറഞ്ഞു മറ്റുള്ളവരുടെ അനുഭവം എന്താണ് എന്ന് താങ്കൾക്ക് അറിയാമെന്ന്. ഓക്കെ, ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി താങ്കൾക്ക് ഈ ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ രീതിയിൽ ആരെങ്കിലും ചൂഷണം ചെയ്യാനുള്ള ശ്രമം താങ്കളോട് നടത്തിയിട്ടുണ്ടോ? നോ പറയേണ്ടി വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്റെ ദൈവാനുഗ്രഹം കൊണ്ടും എന്റെ പിതാവ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എവിടെ പോകുമ്പോഴും ഒരു കൂട്ടുകാരിയായിട്ട് പോവാ, എവിടെ പോയാലും. അപ്പൊ നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ നമുക്ക് റെസ്പെക്ട് കിട്ടും. ഐ ഡിമാൻഡ് റെസ്പെക്ട് എന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ് ഞാൻ അന്നും ഇന്നും. അപ്പൊ ആ ഒരു റെസ്പെക്ട് എനിക്ക് എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാനൊരു അനുഗ്രഹീതയാണ്, ദൈവാനുഗ്രഹമുള്ള. അത് എന്റെ ഒരു കഴിവല്ല, അതൊരു ദൈവത്തിന്റെ കാരുണ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. തീർച്ചയായും ഇവിടെ ഇപ്പോൾ നമ്മൾ സിനിമാ മേഖലയിലൊക്കെ കാണുന്നവർ ഒരു തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ അവർ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് അല്ലെങ്കിൽ അവർ സാക്ഷിയാകേണ്ടി വന്ന ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരോട് അനുഭവം പങ്കുവെച്ച ഒരാളുടെ വേദന അവർ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണല്ലോ ഇത്തരം ആരോപണങ്ങൾക്കൊരു സ്ഥിരീകരണം വരിക. ഇവിടെ താങ്കൾ അങ്ങനെ ഒരു സംഭവം പറയുന്നില്ല, ഒരു വ്യക്തിയുടെ പേര് പറയുന്നില്ല. ഈ നമ്മൾ ഇരകൾ അല്ലെങ്കിൽ ഈ ദുരനുഭവം ആരോപണ വിധേയരായ ആളുകളുടെ പേരുകൾ താങ്കൾ പറയുന്നില്ല. അപ്പോൾ പാർട്ടിക്കാകെ അവമതിപ്പുണ്ടാക്കുന്ന ഒരു പരാമർശം താങ്കൾ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റുകൊടുത്തുകൊണ്ട് തന്നെയാണോ സംസാരിക്കുന്നത്? ഒരാൾ എന്നോട് ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് തന്നെ ചിലപ്പോ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ കാലത്തിന്റെ കാവ്യനീതി കാത്തിരുന്ന് കാണാം. ഇവിടെ ഇപ്പോ ഈ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പേരെടുത്ത് താങ്കൾ പറയുന്നുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾക്ക് നിന്നു കൊടുക്കാതെ അല്ലെങ്കിൽ അവരുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് ദുരനുഭവങ്ങൾ ഉണ്ടായി എന്ന് താങ്കൾ പറയുന്നു. എന്തായിരുന്നു ആ ദുരനുഭവം? പല സ്ഥലത്ത് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്ത് വെച്ചിട്ട്. അത് TV ന്യൂസ് മറ്റേ PT തോമസിന്റെ, ഞാൻ പൊളിറ്റിക്സിൽ വരാൻ കാരണക്കാരൻ PT തോമസ് ആണല്ലോ. ഞാൻ എന്റെ കോളേജ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ എന്നെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ പിതാവിന്റെ പെർമിഷൻ ഒക്കെ വാങ്ങിച്ച് എന്റെ നോട്ടീസും എല്ലാം പ്രിന്റ് ചെയ്ത് എല്ലാം കൊണ്ട് തന്നതൊക്കെ PT ഉമ്മയൊക്കെയാണ്. ഉമ്മ ഇപ്പോഴും ഉണ്ടല്ലോ, ഉമ്മ MLA കൂടിയാണ്.
അപ്പൊ ആ കുടുംബമായിട്ട് എനിക്കൊരു അതുപോലെ പത്മ ചേച്ചിയും ഡോക്ടർ വേണുഗോപാലായിട്ടും വളരെ അടുത്തൊരു ആത്മബന്ധമുണ്ട്. അപ്പൊ നമുക്ക് പൊളിറ്റിക്സിലെ ഗ്രൂപ്പ് ഒന്നും അറിയില്ല ആ ഒരു ചെറിയ പ്രായത്തില്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ അമ്മയ്ക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ഫാദറിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓരോ കോളേജ് ഇലക്ഷനും ജയിക്കും, യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ ആവും, സെനറ്റ് മെമ്പർ ആവും. അതുപോലെ പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിൽ എന്നെ കൾച്ചറൽ ഫോറം കൺവീനർ ആക്കിയിട്ടുണ്ട്, KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വന്നതാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിലും എല്ലാ കാര്യത്തിനും ഒരു ലീഡർ എന്ന് പറയുന്നത് എന്താ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ്. അല്ലാതെ അഹങ്കാരവും ധാർഷ്ട്യവും കൂടെ നടക്കുന്നതാണോ ലീഡർഷിപ്പ്? അല്ലല്ലോ. ഇത് ഏറ്റവും ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാം. വിനോദ് ഒരു ജില്ലയിലുള്ള ഒരു നേതാവായിരുന്നു. ഞാൻ സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ പ്രവർത്തിച്ചതാണ്. 12 വർഷം KC വേണുഗോപാലിനൊപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്നു. 7 വർഷം അത് കഴിഞ്ഞിട്ട് അനിൽകുമാറിനൊപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ മഹിളാ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നത്. മഹിളാ കോൺഗ്രസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. പക്ഷെ എന്നോട് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ, PSC കിട്ടിയില്ല, അതുകൊണ്ട് വീട്ടിലിരിക്കാൻ. എന്റെ കൂടെ അന്നത്തെ DCC ജനറൽ സെക്രട്ടറി കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവരൊക്കെ പറയുന്ന മറുപടികൾ എനിക്ക് അതൊരു തെളിവായി സ്വീകരിക്കുന്നുണ്ട്. ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നോട് പറയാൻ അദ്ദേഹത്തിന് എന്ത് ധാർമ്മികതയാണുള്ളത്? അദ്ദേഹം എന്നെ അപമാനിച്ച്, അന്ന് DCC പ്രസിഡന്റ് ഷിയാസ് അവിടെയുണ്ട്, എന്നെ അപമാനിച്ചതിന് കയ്യും കണക്കുമില്ല. കാരണം നമ്മളെന്തോ പിച്ച ചെന്നതുപോലെ ഞാൻ എന്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്നത്. എന്റെ പിതാവിന്റെയും മാതാവിന്റെയും ഏക മകളാണ് ഞാൻ. ഞാൻ ഒരു എന്താ പറയാ, എല്ലാ കാര്യങ്ങളും ത്യാഗം സഹിച്ച എന്റെ ബ്രദേഴ്സ് 2 പേരും ഇവിടുത്തെ സിറ്റിസൺ അല്ല. ഞാൻ ഇവിടെ നിന്നിട്ട് ഇവരുടെയൊക്കെ ആട്ടും തുപ്പും കൊള്ളാൻ മാത്രമൊന്നും ഞാൻ അധപതിച്ചിട്ടില്ല. ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചതിന്റെ 10 ഇരട്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല, KSUവിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നില്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നില്ല. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന് ആ കാലത്ത് ജില്ലാ സെക്രട്ടറി പോലും ആയിരുന്നില്ല, ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ AICC മെമ്പർ ആയതാണ് യൂത്ത് കോൺഗ്രസ്. താങ്കൾ പറഞ്ഞു നിരവധി ഇടങ്ങളിൽ അധിക്ഷേപിച്ചു താങ്കളെ എന്ന് പറഞ്ഞു. അല്ല രേണുക, ഞാനൊന്ന് പറഞ്ഞേക്ക്. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ പറയണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ക്ഷമ കാണിക്കുമല്ലോ. നമുക്ക് എന്റെ പിതാവ് എപ്പോഴും എന്നോട് പറയും, ഒരാൾ നമ്മളോട് തിന്മ ചെയ്യുമ്പോൾ നമ്മൾ നന്മ കാണിച്ചു കൊടുക്കണം എന്ന്. നമ്മൾ അവരുടെ അടുത്ത് അവരെ പോലെ, പിന്നെ അവരും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മളെ ആട്ടിപ്പായിക്കുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ തിരിച്ച് അവരോടത്ത് അങ്ങനെ പെരുമാറി അവരും നമ്മൾ തമ്മിൽ ദൈവത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്ന് എന്റെ പിതാവ് എന്നെ കുഞ്ഞിലേ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു നന്മ കാത്തു സൂക്ഷിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഓരോ അവസ്ഥയിലും എന്റെ ഭർത്താവിന്റെ ഒരു ഉറ്റ സുഹൃത്തായ മലയാള മനോരമയുടെ ബ്യൂറോ ചീഫ് ഉണ്ട്, സുജിത് നായർ. അദ്ദേഹത്തോട് ഇദ്ദേഹം പറയുകയാണ്, അതിന്റെ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറയുകയാണ്, അവരൊക്കെ ഔട്ടായല്ലോ, അവരൊന്നും ഫീൽഡിലില്ലല്ലോ, അവരൊക്കെ എന്നെ വിസ്മൃതിയിലായെന്ന്. ഇദ്ദേഹമാണോ എന്റെ ഭാവി തീരുമാനിക്കുന്നത്? ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച പുതിയ ആൾക്കാർ വരട്ടെ. പുതിയ ആൾക്കാർ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. പ്രവർത്തന പാരമ്പര്യം, ട്രാക്ക് റെക്കോർഡ്, ത്യാഗം, കഷ്ടപ്പാട്. ഇന്ന് നമ്മൾ ഡിജിറ്റലിൽ ഇരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളല്ല, നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരാളുടെ രാഷ്ട്രീയ ഭാവി ഇത്രയെന്ന് നിശ്ചയിക്കാൻ ആർക്കും അവകാശമില്ല. അവരവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി തീർന്നു, അവരുടെ പ്രവർത്തനം തീർന്നു എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കുമില്ല. അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ, തെളിവ് സഹിതം താങ്കൾക്ക് ലഭിച്ചപ്പോൾ പരാതിപ്പെട്ടിരുന്നോ പാർട്ടിയിൽ? ഞാൻ KC വേണുഗോപാലിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. പിന്നീട് അന്ന് KPCC പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്, അതും എന്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട്. അദ്ദേഹം പറഞ്ഞത്, മോളെ നീ എന്നേക്കാൾ മുന്നേ AICC അംഗമായ ആളാണ്, എല്ലാ മെറിറ്റും എനിക്കറിയാം. ഞാൻ യൂത്ത് കോൺഗ്രസിൽ ഇരിക്കുമ്പോൾ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. എവറിത്തിങ് പോസിബിൾ, എന്റെ ഡിക്ഷണറിയിൽ ഇംപോസിബിൾ എന്നൊരു വാക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴല്ല, 3 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു. പക്ഷേ PT എന്റെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് സമ്മതിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവും ഹൈബി ഈഡൻ MP ആണല്ലോ, അവർ 2 പേരും, വിനോദ് ആ സമയത്ത് MLA ആയിട്ടില്ല. അപ്പൊ അവർക്ക് ദീപ്തി മേരി വർഗീസിനെ ആക്കണം. അപ്പൊ അതിന് എന്നെ സൈഡ് ലൈൻ ചെയ്യേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. ദീപ്തി മേരി വർഗീസിന്റെ ട്രാക്ക് റെക്കോർഡ് ഇപ്പൊ മീഡിയയുടെ ചെയർപേഴ്സൺ ആയിട്ട് വെച്ചിട്ടുണ്ടോ? നിങ്ങളിത് പരിശോധിക്കണം. എത്ര ഫ്രണ്ട് പേജ് ഫോട്ടോയിൽ ചെക്ക് തട്ടിപ്പിന് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കണം. അപ്പൊ ആയിക്കോട്ടെ,
പക്ഷെ നമ്മൾ ചവിട്ടി താഴ്ത്താൻ വരരുത്. ഇപ്പോ ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. മനസ്സിലായി? എനിക്കൊരു പോസ്റ്റ് കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള റോസക്കുട്ടി ടീച്ചർ ഇന്ന് വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആണ്. താങ്കൾ പരാതി കൊടുത്തതിന് ശേഷം ആരും ഈ വിഷയത്തിൽ ഇടപെട്ടില്ലേ? പാർട്ടിയിൽ കോൺഗ്രസ് അങ്ങനെ ഒരു പരാതി പരിഹാരത്തിനുള്ള യാതൊരു മാർഗവുമില്ലേ? അല്ല, ഞാൻ KPCC പ്രസിഡന്റ് ചോദിച്ചു, എന്നേക്കാൾ എന്റെ അത്ര പ്രവർത്തന പാരമ്പര്യമില്ലാത്ത KSU ഒരാൾക്ക് വേണ്ടി എന്റെ കരിയർ അല്ലെങ്കിൽ എന്റെ പ്രവർത്തന മേഖലയെ തടസ്സപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് എന്താ? താങ്കൾ KPCC പ്രസിഡന്റ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അറിയാതെ KPCC പ്രസിഡന്റ് എന്നോട് പറഞ്ഞ വാക്കാണ്, എറണാകുളം ജില്ലയിൽ ഒരു ഇല്ലാണെങ്കില്ലാന്ന്. ഇല, കരിയിലല്ല, ഇല. KPCC പ്രസിഡന്റ് പറഞ്ഞ ഇതാണ്. പിന്നെ രണ്ടാമത് എനിക്ക് വേണ്ടി KPCC പ്രസിഡന്റ് നിസ്സഹായനാണ് എന്നാണ് മനസ്സിലാകുന്നത്. താങ്കൾ ഉന്നയിച്ച ഈ പവർ ഗ്രൂപ്പിൽ പ്രതിപക്ഷ നേതാവല്ലാതെ മറ്റാരൊക്കെ? അതെ, എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വിനോദും ഹൈബീഡനും ഉണ്ട്. എന്നെ തടയാൻ വേണ്ടി അവരെ നിൽക്കുവാണ്, ഒരുമിച്ച് നിൽക്കുവാണ്. അതിൽ ദീപ്തി മേരി വർഗീസും ഉണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീമതി പ്രമീള ദേവി, ഈ പാനലിലെ മറ്റൊരു വനിത താങ്കൾ മാത്രമായതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് വരുന്നത്. താങ്കൾക്ക് കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങൾ കുറച്ചുകൂടി അറിയാവുന്ന വ്യക്തി കൂടിയാണല്ലോ. എങ്ങനെയാണ് ഈ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ താങ്കൾ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? രേണുക, സിമി റോസ്വെല്ലിനെ എനിക്ക് പരിചയം. ഞാന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായിരിക്കുന്ന സമയത്ത് ശ്രീമതി സിമി PSC അംഗമാണ്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, സുഹൃത്തുക്കളുമാണ്. പക്ഷേ ഇന്ന് സിമിയുടെ ഈ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ എനിക്ക് വലിയ വേദന തോന്നി. കാരണം ഇത്രയധികം പദവികളിൽ ഇരുന്ന ഒരാള്, ഇത്രയധികം സേവനങ്ങൾ പാർട്ടിക്ക് കൊടുത്തയാള്, AICCയിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിച്ച്, മഹിളാ കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിച്ച് വളരെ കൃത്യമായ ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരാള് ഇത്രയധികം കാര്യങ്ങൾ തുറന്നു പറയണമെങ്കിൽ അവര് തീർച്ചയായും വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. വല്ലാത്ത ഷോക്ക് തട്ടിയെങ്കിൽ മാത്രമല്ലേ ഇത് വന്ന് തുറന്നു പറയാൻ പറ്റുള്ളൂ. നമ്മള് ഇക്കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സിനിമാ മേഖലയെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും കേട്ടപ്പോ നമുക്കറിയാം, ഫേസ്ബുക്കിലൊക്കെ വരുന്ന കമന്റ് സിനിമയല്ലേ, ഇതൊക്കെ നടക്കും, സിനിമയിൽ ഇതിന്റെ അപ്പുറം സംഭവിക്കും എന്നാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ബോധ്യമാവുന്നത് സിനിമയിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലും ഇങ്ങനെയുള്ളതൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ കാണുന്നുണ്ടാവില്ല, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ രാഷ്ട്രീയത്തിലും സ്ത്രീകൾ രണ്ടാം തരം പൗരന്മാരായിട്ട് നിൽക്കേണ്ടി വരുന്നു. അവരുടെ വളർച്ചയ്ക്ക് മുകളിൽ വളർച്ച തടഞ്ഞുകൊണ്ടൊരു ഗ്ലാസ് സീലിംഗ് ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകള് ശ്രീമതി സിമി പറഞ്ഞതുപോലെ ഈ ഗുഡ് ബുക്സിൽ, നേതാക്കന്മാരുടെ ഗുഡ് ബുക്സിൽ വന്നെങ്കിൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന കിട്ടുകയുള്ളൂ. ഒരു വ്യക്തി തന്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ച് നടത്തിയ പ്രവർത്തനത്തിനോ ആ പ്രവർത്തന ഫലമായി ആ രാഷ്ട്രീയ കക്ഷിക്കുണ്ടായ മേന്മകൾക്കോ ലാഭങ്ങൾക്കോ ഒന്നും പരിഗണന കിട്ടുന്നില്ല. മറിച്ച് നേതാവിന് സന്തോഷം തോന്നിയാൽ, നേതാവിന്റെ പ്രീതി കിട്ടിയാൽ മാത്രമേ ഇതൊക്കെ ഒരാൾക്ക് പരിഗണന കിട്ടൂ എന്നുള്ളത് വളരെ സങ്കടകരമാണ്. തീർച്ചയായും അങ്ങേറ്റം സങ്കടകരമായ കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഇടങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ട് എന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടെന്നുള്ളത് വളരെ ഞെട്ടിക്കുന്നതാണ്. തീർച്ചയായും അത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീമതി പ്രമീള ദേവി, ദയവായി തുടരുക. ശ്രീ PM ആർഷോ ഇന്നിപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങളുടെ വാർത്ത അത് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിലെ ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് CPMന്റെ ഭാഗമായി ഉന്നയിക്കപ്പെടുന്നതെന്ന് VD സതീശൻ ഈ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം വിശദീകരിക്കണമെന്ന് പറയുന്നു. ഒരു പാർട്ടിയിൽ സ്ഥാനം കിട്ടാൻ, അവസരം കിട്ടാൻ ചൂഷണത്തിന് വിധേയമാകേണ്ടി വരുന്നു എന്ന ഏറ്റവും ഗുരുതരമായ വിഷയം ഉണ്ട്. അപ്പോൾ തന്നെയും പവർ ഗ്രൂപ്പ് എന്ന ഒരു കാര്യമെടുത്ത് നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയാൻ ഒരു അവസരം എന്ന നിലയിലാണോ നിങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്? അതാണോ സെക്രട്ടറി ഉദ്ദേശിച്ചത്? നമ്മളെല്ലാവരും തന്നെ
ചർച്ച ചെയ്തുകൊണ്ട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനകത്തെ വിശദാംശങ്ങളെ സംബന്ധിച്ച് അതിന്റെ തുടർച്ചയിലൂടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കേസുകൾ, ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ, ആരോപണങ്ങളൊക്കെ ഇന്ന് രാജ്യമാകെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. സ്വാഭാവികമായും ചലച്ചിത്ര മേഖലയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഗൗരവ സ്വഭാവത്തിൽ ഒക്കെ ഞെട്ടിപ്പിക്കുന്ന പല വെളിപ്പെടുത്തലുകളാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ എല്ലാവരുടെയും മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല ഒരു തൊഴിലിടത്തിലും ഈ നിലയിലുള്ള ചൂഷണങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ള പൊതു നിലപാടിലേക്ക് നമ്മളെല്ലാവരും എത്തുകയും അത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള നിയമ നടപടി, മറ്റ് ഇടപെടലുകളൊക്കെ സമൂഹത്തിന് ആവശ്യമാണ് എന്ന നിലയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. സ്വാഭാവികമായും നമ്മളൊക്കെ കരുതുന്നത് ആ നിലയിൽ ചലച്ചിത്ര മേഖലയിൽ ഉൾപ്പെടെ വിവിധ തൊഴിലിടങ്ങളിൽ ഉൾപ്പെടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ആ നിലയിലേക്ക് പൊതുസമൂഹത്തെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിൽ വലിയ ഉത്തരവാദിത്വവും പങ്കും സാമൂഹിക ഇടപെടലും നടത്താൻ വേണ്ടി കഴിയും നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്നുള്ളതാണ്. സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്തമാണ്. ആ നിലയിലുള്ള ഇടപെടൽ സ്വാഭാവികമായും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നതാണ്. ആ ഘട്ടത്തിലാണ് ഇന്ന് രാവിലെ ന്യൂസ് 18 ചാനലിനകത്ത് ഇന്റർവ്യൂ വരുന്നു. അതിന്റെ തുടർച്ചയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ ഇന്ന് വൈകുന്നേരം വരെ നമ്മുടെ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വന്നുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വാർത്തകൾ, വിവിധ കോൺഗ്രസിന്റെ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻകാല കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ ഉൾപ്പെടെ നേതാക്കളെ സംബന്ധിച്ച് അവരുടെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഈ മണിക്കൂറുകളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിനു മുൻപും ഇപ്പൊ നേരത്തെ ചർച്ചയുടെ ഭാഗമായിട്ട് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലതിക സുഭാഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. സ്വാഭാവികമായി ഈ ഗൗരവകരമായ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നത് ഞാനിപ്പോ ഇതിനകത്ത് ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളൊന്നും തന്നെ ആവർത്തിക്കുന്നതിന് വേണ്ടിയോ അതിലേക്ക് കടക്കുന്നതിന് വേണ്ടിയോ അല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നേരത്തെ എങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് പോലുള്ള പവർ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്, ഉയർത്തിയിട്ടുള്ളത് പോലുള്ള ഗൗരവ സ്വഭാവമുള്ള അലിഗേഷനുകളാണല്ലോ ഈ ഇന്ന് പകൽ മുഴുവൻ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിലയിലുള്ള പവർ ഗ്രൂപ്പ് സംവിധാനങ്ങള്, ഈ നിലയിലുള്ള ചൂഷണങ്ങള് അത് ഒരിടത്തും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അത് ഒരു നിലയ്ക്കും രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പൊ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ഈ നിലയിലുള്ള പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്നവരെയുണ്ടായിട്ടുണ്ട്. ഭരണഘടന പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ മാത്രമല്ല, കേരളത്തിന്റെ ആകെ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ ഭരണഘടന അറിയിച്ചിരിക്കുന്ന ഒരാളടക്കം ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കും ഈ നിലയിലുള്ള തെറ്റായ പ്രവണതകൾക്കും നേതൃത്വം കൊടുക്കുക എന്നുള്ളത് ഈ നാടിനെ ആകെ ലജ്ജിപ്പിക്കുന്നതാണ്. വലിയ തിരുത്തലുണ്ടാകേണ്ടതായിട്ടുണ്ട്. പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഗൗരവ സ്വഭാവമുള്ള വലിയ ആരോപണം തന്നെയുമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടന്നു വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ സിമി ജോസ്ബെൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കേണ്ടി വരുന്ന അവസ്ഥ, പവർ ഗ്രൂപ്പാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തുടങ്ങി അവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ നമ്മൾ എന്താണോ സിനിമാ മേഖലയിൽ കേട്ടത് അതിന് സമാനമാണ്. ഇത്ര മോശം അവസ്ഥയിലാണോ സംസ്ഥാനത്തെ കോൺഗ്രസ്? രേണുക ഇപ്പൊ പറഞ്ഞു കേട്ടാ തോന്നുന്നു കേരളത്തിലെ കോൺഗ്രസില് ഭയങ്കര ചൂഷണം നടക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസില് ഒരു ചൂഷണവുമില്ല. ഈ ചർച്ചയ്ക്ക് ആധികാരികമായ വിഷയം ശ്രീമതി സിമി റോസ്ബെൽ ജോൺ നടത്തിയ അഭിമുഖമാണ്, നിങ്ങൾ നടത്തിയ അഭിമുഖമാണ്. ആ അഭിമുഖത്തില് അവര് പറഞ്ഞ കാര്യങ്ങള് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇവിടെ ശ്രീമതി പ്രമീള സംസാരിച്ചപ്പോ തുടക്കമിട്ടത് എങ്ങനെയാണ്? ഒരുപാട് പദവികൾ വഹിച്ച ആളാണ് ശ്രീമതി സിമി എന്നാണ്. ഒരുപാട് പദവികൾ കിട്ടാന്ന് വെച്ചാൽ കോൺഗ്രസിൽ എങ്ങനെയാണ് അതിന്റെ ചൂഷണം വരുന്നത്? ക്ഷമിക്കണം, പദവികൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അവർ യൂത്ത് കോൺഗ്രസിലും പദവികളല്ല. അവർ യൂത്ത് കോൺഗ്രസിലും മഹിളാ കോൺഗ്രസിലും ഒക്കെ സേവനം ചെയ്ത പദവികളെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ അവർക്ക് ലഭിച്ച, അവർക്ക് വെള്ളിത്താലത്തിൽ വെച്ചുകൊടുത്ത പദവികളും PSC മെമ്പർ ആന്റണി ഐസക്കിനും ഒക്കെ പാർലമെന്റ് അസംബ്ലിയൊക്കെ കൊടുത്താൽ ലീഡേഴ്സിന്റെ പേരും കൂടി ഒന്ന് പറയൂ ഡോക്ടർ രേണുക.
പാർലമെന്റ് അസംബ്ലിയൊക്കെ വർത്തന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലാതെ കഥറൊടിപ്പിച്ചു കൊണ്ടിട്ടുണ്ട്. എഡ്വാർഡ് ധാരാളം ചോദിക്കും ശ്രീകുമാറിനോട്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ജില്ലാ കൌൺസിലർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ശരി, അദ്ദേഹം ഇനി പൂർത്തിയാക്കട്ടെ, അദ്ദേഹം പൂർത്തിയാക്കട്ടെ. ആ, പൂർത്തിയാക്കൂ ശ്രീകുമാർ. അല്ല, പദവികളല്ല, അത് ഡിജിറ്റൽ വർക്കല്ല. പണിയെടുത്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. ശ്രീകുമാർ പറയുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം. ശ്രീകുമാർ, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടും ത്യാഗം സഹിച്ചിട്ട് ഈ പ്രസ്ഥാനം പടുത്തുയർത്തുകയാണ്. എന്റെയും കൂടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നതും KSUവും യൂത്ത് കോൺഗ്രസ്. അല്ലാതെ നിങ്ങളൊക്കെ താലത്തിൽ വെച്ചിട്ട് ഇപ്പോ ഒരു 8 വർഷം കൊണ്ടോ ഈ 42 വർഷം ഒരു സ്ത്രീയോടും കാണിക്കാത്തൊരു നീതി രാജ്യസഭയിൽ അല്ലല്ല, അങ്ങനെയൊന്നും പറയരുത്. ഒരുപാട് പദവി എന്ന് പറഞ്ഞാൽ എന്നെ പാർലമെന്റിൽ വിട്ടോ? ഇല്ല, ബന്ധമില്ലാത്തവരെ മത്സരിപ്പിച്ച് തോപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കട്ടെ, പറയൂ. ഞാൻ പറയാം. അതായത് ഇതിൽ നിങ്ങൾ വാക്കുകൾ തെറ്റിദ്ധരിക്കുന്നത്. അതായത് പദവികൾ, ഞാൻ പറയട്ടെ പ്ലീസ്. പദവികൾ എന്ന് വെച്ചാൽ പാർട്ടിയിലെ പദവികൾ തന്നെയാണ്. അതാണ് പദവികൾ. വേറെ എന്താ പദവിയുള്ളത് പാർട്ടിയിലെ പദവികൾ തന്നെയാണ്. അല്ല, ഞാൻ പറയട്ടെ പ്ലീസ്. നിങ്ങൾ ക്ഷമയോടെ കേൾക്കൂ. പദവികൾ വഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പദവികൾ വഹിച്ച കാര്യം ഞാൻ പറഞ്ഞത്. പദവികൾ വഹിച്ചിട്ടുണ്ടല്ലോ, ആ പദവികൾ വഹിച്ച കാര്യം തന്നെയാ പറയുന്നത്. ഒരു അത് ഈ പദവി ഞാൻ പറയാൻ ചോദിക്കാണ്ട് ഞാൻ പൂർത്തിയാക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാ. ഒരു പാർട്ടിയിലെ പദവികൾ വഹിച്ചു എന്ന് പറഞ്ഞാൽ പദവികൾ പാർട്ടി പദവികളാണ്. അത് കൂടാതെയുള്ള പദവികൾ വേറെയാണ്. ഇവിടെ വ്യക്തിപരമായിട്ട് ഞാൻ ഈ വിഷയത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ ഈ ആക്ഷേപം MP ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറി അത് കോൺഗ്രസിൽ പവർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് രാഷ്ട്രീയമാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസിലെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് സതീശൻ അറിയാമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കോൺഗ്രസിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ചാൽ ആ പവർ പൊളിറ്റിക്സിന്റെ ഭാഗം എന്ന് വെച്ചാൽ അത് രാഷ്ട്രീയകാര്യ സമിതിയും KPCC എക്സിക്യൂട്ടീവുമാണ്. അതാണ് കോൺഗ്രസിലെ പവർ എന്ന് പറയുന്നത്. ഈ രണ്ട് കക്ഷികൾ പോലെ കേരള കോൺഗ്രസിലെ ഹൈ പവർ കമ്മിറ്റി, അതിന്റെ പേര് ഹൈ പവർ കമ്മിറ്റി എന്നാ. അപ്പൊ രാഷ്ട്രീയ കക്ഷികൾ ഇങ്ങനെ ഒരുപാട് പദവികളും KPCC പ്രസിഡന്റ് അതിൽ വരത്തില്ലേ? ശ്രീകുമാർ, താങ്കൾ പറയുന്നതാണ് പവർ ഗ്രൂപ്പ് എങ്കിൽ KPCC പ്രസിഡന്റ് വരണം. KPCC പ്രസിഡന്റ് പറഞ്ഞു എനിക്ക് പറ്റില്ല, അതാ എറണാകുളത്തെ കാര്യങ്ങളൊക്കെ ഇലയനങ്ങണമെങ്കിൽ വരെ തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവാണെന്ന്. താങ്കൾ പറഞ്ഞ ഭരണസമിതിയാണെങ്കിൽ അത് അതിൽ വരില്ല. എന്റെ രേണുക, വെറുതെ ചുമ്മാ നമ്മൾ തപ്പിച്ച സമയങ്ങളല്ലേ. ഇത് ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ് രേണുക ഇപ്പൊ പറയണത്. ഞാൻ പറയുന്ന ഒരു പാർട്ടിയിലെ സ്ഥാനങ്ങൾ, ആളുകൾക്ക് സ്ഥാനങ്ങൾ കിട്ടും, സ്ഥാനങ്ങൾ പോകും. ഉയർച്ചയും താഴ്ചയും രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. ഉയർച്ച വരുന്ന സമയത്ത് പാർട്ടിയെയും നല്ലതായിട്ട് പറയുകയും താഴ്ച വരുന്ന സമയത്ത് നമ്മൾ പാർട്ടിയെ മോശമാക്കുകയും ചെയ്യുന്ന പ്രവണത പൊതുവേ ഉള്ളതാണ്. അത് എല്ലാ പാർട്ടികളിലും ഉണ്ട്. അതല്ല ഞാൻ സംസാരിക്കുന്നതല്ല. നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയത്തില് ഒരു പാർട്ടിയിൽ എല്ലാവർക്കും വളർന്നു വരണം. ശ്രീമതി സിമി റോസ്ബെൽ ജോൺ ഒരു കാലത്ത് പാർട്ടിയെ നന്നായിട്ട് പാർട്ടിയിൽ പ്രവർത്തിച്ച യുവനേതയുടെ നേതാവാണ്, എനിക്കറിയാമത്. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അതിൽ ഒരു പാർട്ടിയിൽ പ്രശ്നം വരുമ്പോൾ, അല്ല മറ്റൊരു സംവിധാനത്തിൽ ഇപ്പൊ സിനിമാ മേഖലയിൽ പ്രശ്നം വരുമ്പോൾ അത് കോൺഗ്രസുമായിട്ട് കൂട്ടിക്കൊഴിക്കുന്നത് എന്തിനാണ്? കോൺഗ്രസിൽ അങ്ങനെ ഒരു ചൂഷണമോ കാര്യമുള്ള എന്റെ അറിവിലില്ല. ആരും ശ്രീകുമാർ, സിനിമയിൽ ഇങ്ങനെ ചൂഷണമുണ്ട് എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? അവിടെ ചിലർ തുറന്നു പറച്ചിലിന് തയ്യാറായപ്പോഴാണ് നമ്മൾ അത് മനസ്സിലാക്കിയത്. ഇവിടെ ഇപ്പോൾ ഒരു സ്ത്രീ ആ പാർട്ടിയുടെ ഭാഗമായിരുന്ന 35 വർഷത്തിലധികം അതിന്റെ ഭാഗമായിരുന്ന ആൾ വന്ന് തുറന്നു പറയുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണ്ടേ? അവരുടെ അനുഭവമാണ് പറയുന്നതെന്ന്. PSC അംഗമായിരുന്നതല്ലേ ഇനി വീട്ടിൽ പോയിരിക്കൂ എന്ന് പൊതുമധ്യത്തിൽ അപമാനിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവിനെതിരെ പറയുന്നത്. അല്ലെ, അതൊക്കെ എനിക്കറിയാത്ത ഞാൻ പറയുന്ന കാര്യം. ഇത് നമുക്ക് ഇതിൽ വ്യക്തിപരമായിട്ട് പോയിട്ട് ഇഷ്ടമല്ല. കാരണം ഇത് ഞാനൊരു വ്യക്തിപരമായിട്ട് ഇത് ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. കോൺഗ്രസ് പാർട്ടിയിൽ അതാത് കാലത്ത് ഒരുപാട് നേതാക്കൾ ഉയർന്നു വന്നിട്ടുണ്ട്. എറണാകുളം DCC പ്രസിഡന്റിനെ മറ്റേ വിൽസണിനെ കുറിച്ച് പറഞ്ഞു, MLA വിനോദിനെ കുറിച്ച്. വിനോദ് അവിടെ DCC പ്രസിഡന്റ് ആയ ശേഷം MLA ആയത്. അത് മനസ്സിലാക്കാം. എല്ലാവർക്കും സ്ഥാനം കൊടുത്തിട്ടുണ്ട്. സിമിക്കാണെങ്കിൽ ഒരുപാട് സ്ഥാനം പാർട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അവരെ മത്സരിപ്പിച്ചിട്ടുണ്ട്, അസംബ്ലിയിലേക്ക് മത്സരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. ആലപ്പുഴയില് തോമസ് ഐസക്കായിരുന്നു തോന്നിയ സ്ഥാനാർത്ഥി മത്സരിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി ഭാരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത്, രേണുകാരൻ ഞാൻ പറഞ്ഞത്, ഒരു പാർട്ടിയിൽ എല്ലാ വനിതകൾക്കും എല്ലായ്പ്പോഴും സ്ഥാനം കിട്ടും. ചിലപ്പോൾ സ്ഥാനം പിന്നാക്കം പോകും.
അന്നേരം സ്ഥാനം പിന്നാക്കം പോകുമ്പോൾ അത് പാർട്ടിക്കെതിരായ രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു പാർട്ടിയിലും നല്ലതല്ല. എല്ലാ പാർട്ടിയിലും എനിക്ക് മനസ്സിലായി താങ്കളുടെ പോയിന്റ്. ശ്രീമതി സിമി റോസ് ബെൽ, ഇവിടെ ഇപ്പോ പറയുന്നത് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു താങ്കൾ, മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു, AICC അംഗമാണ്, മാരാരിക്കുളത്ത് മത്സരിച്ചിട്ടുണ്ട്, PSC മെമ്പർ ആയിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ താങ്കൾ പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി താങ്കളെ എത്രമാത്രം സേവ് ചെയ്തിരുന്നു, സഹായിച്ചിരുന്നു എന്ന കാര്യം താങ്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ KC വേണുഗോപാലിനെ കുറിച്ച് താങ്കൾ ഈ ഇന്റർവ്യൂവിൽ പറയുന്നു, അവരൊക്കെ എത്രമാത്രം സഹായം ചെയ്തു താങ്കളെ സംബന്ധിച്ച് എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. PT തോമസിന്റെ കാര്യം പറയുന്നു. അപ്പോൾ താങ്കളെ സഹായിച്ചവരുമുണ്ട്, താങ്കൾക്ക് ഇത്രയധികം പദവികൾ പാർട്ടിയിൽ കിട്ടിയിട്ടുണ്ട്, അതിനും അപ്പുറം ആഗ്രഹിക്കുന്നു, അത് ലഭിക്കാതെ വരുമ്പോഴുള്ള കൊതിക്കെറിവ് കൊണ്ടാണോ പാർട്ടിയെ ആകെ അപമാനിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു ആരോപണം എന്നതാണ് ചോദ്യം. ആ കൊതിക്കറിവ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കാത്ത വ്യക്തിക്കാണുള്ളത്, എനിക്കല്ല. കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച എനിക്ക് അഭിമാനമാണ് ഉള്ളത്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ PSC മെമ്പറിനെ, ശ്രീകുമാർ സാർ PSC മെമ്പർ ആയിരുന്ന UDF ഒരു PSC മെമ്പർ ഉണ്ടായിരുന്നു, ആന്റണി എസക് സാർ, അത് രാജിവെപ്പിച്ചു. അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാ. ഷാനിമോൾ ഉൾപ്പെടെ, ജമീല ഇബ്രാഹിം ഉൾപ്പെടെ എനിക്ക് സീറ്റ് കൊടുക്കണം എന്നാണ് പറഞ്ഞത് പാർലമെന്റിൽ. അന്ന് പ്രൊഫസർ KV തോമസ് ഇവര് ആ പോസ്റ്റ് PSC പോസ്റ്റ് രാജിവെപ്പിച്ച് അത് LDF കൊടുത്തിട്ട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. എന്തിനാണ് ആ സീറ്റ് വേക്കന്റായി ഇടാനായിട്ട്. അതിനുശേഷം പിന്നീട് വന്ന തെരഞ്ഞെടുപ്പില്, അതായത് പിന്നെ ഹൈബീഡന്റെ പിതാവിനെ MLA ആയിരുന്നു, അദ്ദേഹത്തെ പിടിച്ച് MP ആക്കി. മറ്റൊരാളുടെ, ഒരു വനിതയാണ്, മറ്റൊരാളുടെ അവസരം നിഷേധിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഡ്വേർഡ് എഴുത്ത് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നപ്പോ ഷാനിമോൾ, അന്ന് നികേഷ് കുമാർ, അദ്ദേഹം അന്ന് ഇന്ത്യ വിഷൻ ചാനലിന്റെ ഹെഡാണ്, അദ്ദേഹത്തോട് ചോദിച്ചു ഇയാൾ എവിടെ നിന്ന് വന്നാന്ന് എനിക്കറിയില്ല. ചാനൽ ചർച്ചയിൽ ചോദിച്ചതാണ്, ഈ സിമി റോസ് ബെല്ലിന് സീറ്റ് കൊടുക്കാതെ ഈ ആളെ കഥ പിടിപ്പിച്ചു കൊണ്ടെങ്കിൽ ഇയാൾ ആരാണ്, ഇയാൾ KSUവിൽ ഉണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നു, മഹിള ഏതിലാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചായിരുന്നു. നികേഷ് അതിന് മറുപടി പറഞ്ഞു, ചിലപ്പോൾ അന്വേഷിച്ചാൽ അതിന്റെ റെക്കോർഡിംഗ് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോ ഒരുപാട് അനീതി എന്നോട് കാണിച്ചിട്ടുണ്ട്. MLA പിടിച്ച് MP ആക്കുക, പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരിക, MO ജോണിനെ തോപ്പിക്കാൻ വേണ്ടി, അവർക്ക് I ഗ്രൂപ്പിന് കാൻഡിഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് MO ജോണിനെ തോപ്പിക്കാനായിട്ട് ടെലിവിഷന് വോട്ട് ചെയ്യാൻ നടന്നതിന്റെ പരിണതഫലമായിട്ട് ഒരു സാമ്രാജ്യം തന്നെ തകർന്ന് തരിപ്പണമായി. അതൊന്നും മറക്കരുത്. സാധ്യതയില്ലാത്തയിടത്ത് മത്സരിപ്പിച്ചു എന്നതാണ് താങ്കളുടെ പരാതി. അപ്പോൾ ജയസാധ്യതയുള്ള ഒരിടത്ത് മത്സരിപ്പിക്കണമെന്ന ആഗ്രഹം താങ്കൾക്കുണ്ടായിരുന്നു, അത് നടന്നില്ല. ഈ പദവികൾ മാത്രമാണോ രാഷ്ട്രീയത്തിലുള്ളത്? പാർലമെന്ററി മോഹം മാത്രമാണോ നമുക്ക് രാഷ്ട്രീയത്തിൽ? അല്ലാതെയും ഉണ്ടല്ലോ താങ്കളെ സംബന്ധിച്ച് പാർട്ടിയിൽ ഇത്രയധികം പദവികൾ ലഭിക്കുന്നു. അപ്പോൾ ഈ സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് മാത്രമാണോ താങ്കളുടെ പരാതി? ഒരിക്കലുമല്ല. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പ്രതികരിക്കാമായിരുന്നല്ലോ, എനിക്ക് എവിടെ എത്താമായിരുന്നു, എന്റെ സീനിയേഴ്സ് ഒക്കെ പോയ മാർഗം പിന്തുടരാമായിരുന്നില്ല. ഈ പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ ഇതിന്റെ അകത്ത് നിശബ്ദത പാലിച്ചുകൊണ്ട് ഞാൻ ഇത്രയും വർഷം നിന്നത്. ഇപ്പോഴാണ് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയത്. കാരണം അതിനൊരു കാരണം കൂടിയുണ്ട്. എന്റെ കൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അനിൽകുമാർ ഉണ്ട്, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള. അദ്ദേഹം ടൂറിസം മന്ത്രിയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സിമി, ഐ എം സോറി, സിമിയെ പ്രവർത്തിക്കാനായിട്ട് ഹൈബീഡൻ സമ്മതിക്കില്ല, മറ്റേ പ്രതിപക്ഷ നേതാവ് സമ്മതിക്കില്ല, VD സതീശൻ സമ്മതിക്കില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള നിസ്സഹാവസ്ഥ പറഞ്ഞു. അപ്പൊ എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കണമെങ്കിൽ VD സതീശന്റെ പെർമിഷൻ വേണം, ഹൈബീഡന്റെ പെർമിഷൻ വേണം, ഇനിയിപ്പോ വിനോദിന്റെ പെർമിഷനും കൂടി വേണം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ രാജ്യസഭാ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിപ്പെടാനെന്നാണോ അതോ പാർട്ടിയിൽ പ്രവർത്തിക്കണമെങ്കിലല്ല? ഞാൻ ഇവരോട് ചോദിച്ചോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഈ 42 വർഷം ഒരു വനിതയ്ക്കും കൊടുക്കാത്ത രാജ്യസഭാ സീറ്റല്ലല്ലോ ഞാൻ ചോദിച്ചത്, പിന്നെ പാർലമെന്റും അസംബ്ലി അല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഈ പാർട്ടിയിൽ എന്തുകൊണ്ട് എന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അതാണോ ശ്രീമതി സിമി റോസ് കാര്യം കൂടി ചോദിക്കട്ടെ. താങ്കൾ ഇപ്പോൾ ആരോപണം ഉയർത്തി, താങ്കളുടെ അവസരങ്ങൾ ആരാണ് നിഷേധിക്കുന്നത് എന്നത് പേരെടുത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പേരെടുത്ത് തന്നെ പറയുന്നു. പക്ഷേ നമുക്കറിയാം, ഇതുവരെ തുറന്നു പറച്ചിലുകൾ നടത്തിയ ഒരു സ്ത്രീ പോലും മറ്റൊരു സ്ത്രീയെ ആരോപണ നിഴലിലാക്കുന്ന രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല സിനിമാ മേഖലയിൽ പോലും. പക്ഷെ താങ്കൾ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അവസരം ലഭിച്ച ഏതെങ്കിലും സ്ഥാനത്ത് എത്തിപ്പെട്ട ചില സ്ത്രീകളുടെ പേരെടുത്ത് പറഞ്ഞ് അവർ ഈ തരത്തിൽ ഏതെങ്കിലും ഗുഡ് ബുക്കിൽ ഇടം പിടിച്ചതുകൊണ്ട് മാത്രം ലഭിച്ച സ്ഥാനം എന്ന നിലയിൽ പറയുന്നുണ്ട്. അത് അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആ സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലാണ് അവർക്ക് സ്ഥാനം ലഭിച്ചതെന്ന് താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ?
അല്ല ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ രേണുക അവരെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുക. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണോ, ചെക്കുതട്ട് കേസിലെ പ്രതിയാണോ, ഉമ്മ തോമസിന്റെ ഇലക്ഷനെ തോൽപ്പിക്കാൻ വേണ്ടി അവര് ശ്രമിച്ചിട്ട് ദല്ലാൽ നന്ദകുമാർ വെല്ലുവിളിച്ചിട്ട് ആ വെല്ലുവിളി അവരെ ഏറ്റെടുത്ത് അത് മാനനഷ്ട കേസ് കൊടുത്താണോ? ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. ഇതൊന്നും എന്റെ ജോലിയല്ല. അവരുടെയൊക്കെ ട്രാക്ക് റെക്കോർഡ് ഇന്ന് KPCC ഉന്നത പദവികളിലൊക്കെ ഇരിക്കുന്നില്ലേ, ഇവരുടെയൊക്കെ ഒരു ട്രാക്ക് റെക്കോർഡ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ആരെ കുറിച്ച് മോശം പറയാൻ പറ്റുന്നില്ല, പക്ഷെ അവർക്ക് വേണ്ടി കാണിക്കുന്ന ഒരു ശ്രീമതി സിമി റോസ്ബെൽ ചൂഷണത്തിന് നിന്നവർക്കാണ് അവസരം ലഭിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതിൽ രണ്ടോ മൂന്നോ അതിലധികം സ്ത്രീകളുടെ പേര് ചേർത്ത് വെക്കുമ്പോൾ അത് അവർക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. ഒരു പക്ഷേ താങ്കൾക്കെതിരെ അവർക്ക് നിയമ നടപടികളിലേക്ക് വേണമെങ്കിലും പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ ഗൗരവം താങ്കൾ ഉൾക്കൊള്ളുന്നുണ്ടോ? ആ സ്ത്രീകൾ ആ നിലയിലാണ് അങ്ങനെ അധികാര സ്ഥാനങ്ങളിൽ എത്തിയത് എന്നതിന്റെ എന്തെങ്കിലും തെളിവുകൾ താങ്കൾക്കുണ്ടോ? ഞാൻ ഈ ഇന്റർവ്യൂവില് ഞാൻ ചൂഷണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മെറിറ്റിനെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. മെറിറ്റിനെ കുറിച്ച്, കാരണം ആ ട്രാക്ക് റെക്കോർഡിലൂടെ വന്നുകൊണ്ട് എനിക്ക് അർഹതയുണ്ട് മെറിറ്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. ചൂഷണം നേരിടുന്നോ എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ കൃത്യമായി നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന ചതിയാകും എന്നാണ് താങ്കൾ പറഞ്ഞത്. അല്ല, മോശം പെരുമാറ്റം ഉണ്ടായിട്ടുള്ള 3 പേരുടെ അവരുടെ എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്നോട് പരാതി പറഞ്ഞവരാണ്. അപ്പോൾ അത് ഞാൻ നിഷേധിക്കുന്നില്ല. ചില നേതാക്കന്മാരുടെ ഗുഡ് ബുക്കിൽ ഇടപെടണം, ഗുഡ് ബുക്കിൽ പെട്ടാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് പറയുന്നുണ്ട്. ചൂഷണത്തിന് വിധേയമാകണം, ചൂഷണത്തിന് നിന്നു കൊടുത്താൽ മാത്രമേ സ്ഥാനമാനങ്ങൾ കിട്ടൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് താങ്കൾ ഈ സ്ത്രീകളുടേത് ഉൾപ്പെടെയുള്ള പേരുകൾ പറയുന്നത്. ഞാൻ ചോദിച്ചത് ഏതെങ്കിലും തരത്തിൽ അത്തരം പ്രവർത്തനങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ, തെളിവുണ്ടോ? ഞാൻ അത് കേരള സമൂഹം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഞാനല്ല അത് വിലയിരുത്തേണ്ടത്, കേരള സമൂഹം വിലയിരുത്തണം. ഇവരുടെയൊക്കെ ട്രാക്ക് റെക്കോർഡ് എന്താണ് എന്ന് കേരള സമൂഹമാണ് വിലയിരുത്തേണ്ടത്, ഞാനല്ല. കേരള സമൂഹം വിലയിരുത്തട്ടെ എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു നിമിഷം, നമുക്കൊരു വീഡിയോ കൂടി കണ്ടതിന് ശേഷം തിരിച്ചെത്താം. അല്ല, ഇപ്പൊ IT സെല്ലിനെ കൊണ്ട് എന്നെ തെറി വിളിപ്പിക്കുക. അവരുടെ IT സെല്ല് ഓൺ ആയിട്ടുണ്ട്. അപ്പൊ VD സതീശനുള്ള നാണക്കേട് മറക്കാൻ വേണ്ടി എന്നെ തെറി വിളിക്കണം. അതൊന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? അതങ്ങനെ പറ്റില്ല. ഞാനൊരു ഇതിന് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടുമ്പോ എന്നെ തെറി വിളിക്കാൻ മാത്രമൊന്നും ഇവരുടെ IT സെല്ലായിട്ടില്ല. സെല്ല് ഓൺ ആയിട്ട് എന്നെ ഇപ്പൊ ചീത്ത വിളിക്കുവാണ്. അപ്പൊ അതൊന്ന്, ഞാനൊരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരു പോസ്റ്റിങ്ങിന് വേണ്ടിയല്ല, ഒന്നിനും വേണ്ടിയല്ല. അപ്പൊ എനിക്ക് നീതി കിട്ടണം. സിമി റോസ്ബെൽ ജോണിനെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ തെറി പറഞ്ഞാൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ നമ്മളുണ്ടായിരിക്കും. ആ പ്രൊട്ടക്ഷൻ മാത്രമല്ല, കേസും എടുക്കണമല്ലോ. അത് നിങ്ങൾ തെറി പറയുമ്പോൾ നിങ്ങൾ പരാതി കൊടുക്കണം. നിയമപരമായ എല്ലാ സംരക്ഷണവും നിങ്ങൾക്ക് ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നുണ്ടാകും. ഞാൻ നിങ്ങളുടെ പെർമിഷനോടെ റെക്കോർഡ് ചെയ്ത് കൊടുക്കും. സിമി, താങ്കളുടെ ശബ്ദമല്ലേ നമ്മൾ ഈ കേട്ടത്? ഞാൻ ഓൾറെഡി DIGക്ക് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടല്ലേ? അതിനെക്കുറിച്ച് ഓർത്ത് ഓഫീസ് വിഷമിക്കണ്ട. ഇങ്ങനെ വന്നപ്പോ എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. തെറി വിളിക്കേണ്ട ആളുകൾ വേറെ ആളുകളാണ്. ഞാൻ മാനം മര്യാദയായിട്ട് തന്നെയാണ് ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. മറുപടി തന്നത് ആരാണ്? ഈ ഇപ്പോൾ ആരോടാണ് സംസാരിച്ചത്? മറുപടി തന്നത് ആരാണ്? സൈബർ സെല്ലിനെ കൊണ്ട് ഹഫീസാണ്. ഹഫീസ്, കാരണം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചാനൽ ചർച്ചയിൽ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഏത് IT സെല്ലിൽ നിന്നാണ് താങ്കൾ കംപ്ലൈന്റ് ചെയ്ത്? ഓൾറെഡി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ സൈബർ സെല്ലിനെ കൊണ്ട് ചീത്ത പറയിപ്പിച്ചാലും ഞാൻ നിശബ്ദയാവുമെന്ന് കരുതുന്നുണ്ടോ ഡോക്ടർ രേണുക? അതാണോ മര്യാദ? രാഷ്ട്രീയ മര്യാദ അതാണോ? ഞാൻ എന്താണ് പറഞ്ഞത്? എവിടെ നിന്നൊക്കെയാണ് താങ്കൾക്ക് ആക്രമണം നേരിടുന്നത് ഈ നിലയിൽ? അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ തീയിൽ കരുത്തതാണ്. എന്റെ വയറ്റിലൊരു കുട്ടിയുമായിട്ട് ഈ കേരളം മുഴുവൻ പദയാത്ര നടത്തിയതാ കേസ് വേണുവല്ലപ്പം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇതൊന്നൊരു പ്രശ്നമല്ല. ഞാനൊക്കെ കഷ്ടപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നതാണ്. അല്ലാണ്ട് വായിൽ വെള്ളിക്കരണ്ടി ആയിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ല. ഇപ്പോ അതുകൊണ്ട് എന്നെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപം നടത്തുന്നതിനെതിരെ ചെയ്തിട്ടുണ്ട്. അതിന് എനിക്ക് അതിനുള്ള ലീഗൽ ഒപ്പീനിയൻ കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണോ ചെയ്യുന്നത് അവർക്ക് എതിരായിട്ട് നടപടി ഉണ്ടാവും. അല്ല, അതൊന്നും പറഞ്ഞ എന്നെ പേടിപ്പിക്കല്ലേ.
ഞാൻ ഒരുപാട് പയറ്റി തെളിഞ്ഞു വന്നതാണ്, കഷ്ടപ്പെട്ട് വന്നതാണ്, നേടിയതൊക്കെ മെറിറ്റിന്റെ ബലത്തിലാണ്, അല്ലാതെ ചിരിച്ചും കളിച്ചും നേടിയെടുത്തതല്ല എന്റെ ഒരു പോസ്റ്റിങ്ങും. അപ്പോ ശ്രീമതി പ്രമീള ദേവി, ഒരു സ്ത്രീ എന്തെങ്കിലും തുറന്നു പറച്ചിൽ നടത്തിയാൽ അവർ എങ്ങനെ ആക്രമിക്കപ്പെടുന്നു എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോൾ സമാനമായ അനുഭവം തന്നെ സിമി റോസ്ബെല്ലിനും ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് നമ്മൾ പവർ ഗ്രൂപ്പിനെ കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഇടപെടലുകൾ എങ്ങനെയാണ് എന്ന്. ഏതെങ്കിലും തരത്തിൽ സംസാരിക്കുന്നവരെ, പ്രതികരിക്കുന്നവരെ ഒക്കെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച്, ഫാൻ ഗ്രൂപ്പുകൾ ഉപയോഗിച്ച് എങ്ങനെ ഇല്ലായ്മ ചെയ്യുമെന്നുള്ളതൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ ഒരു പതിപ്പാണ് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം ഇക്കാര്യത്തില് ഭരണഘടനാ പദവിയിലിരിക്കുന്ന സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ മറുപടി പറയേണ്ടത്. അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിച്ചുകൊണ്ടാണ് ശ്രീമതി സിമി റോസ്ബെൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനകൾ, അവമതിപ്പുകൾ, അവഹേളനങ്ങൾ ഒക്കെ, തരം താഴ്ത്തലുകൾ ഒക്കെ അക്കമിട്ട് പറഞ്ഞു. ആ നിലയ്ക്ക് തീർച്ചയായും സംസ്ഥാനത്തിന്റെ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് സ്ത്രീ സുരക്ഷയെക്കുറിച്ചോ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട തുല്യനീതിയെക്കുറിച്ചോ ഒന്നും സംസാരിക്കാനുള്ള അർഹത ഇനിമേൽ ഇല്ല എന്നതാണ് സത്യം. അദ്ദേഹം മൗനമായിരിക്കുകയല്ല വേണ്ടത്, അദ്ദേഹം ഇതിന് മറുപടി പറയണം. കേരള സമൂഹം ഇതിനുള്ള മറുപടി അർഹിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങേയറ്റത്തെ ജാഗ്രതയോടെ തന്നെ കേരള സമൂഹം പ്രതിപക്ഷ നേതാവിൽ നിന്നൊരു മറുപടി കേൾക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം സുദീർഘകാലം തന്റെ ജീവിതം ശ്രീമതി സിമി റോസ്ബെൽ, മുതിർന്ന നേതാവ്. ഓക്കെ, സമയം കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. സിമി റോസ്ബെൽ, ഇതിപ്പോൾ ഈ വലിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതിന് ശേഷം പാർട്ടിയുടെ ഭാഗമായ ആരെങ്കിലും താങ്കളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര്. എനിക്കിന്ന് കോൾ എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. എന്താണ് പറഞ്ഞത്? ഒരുപാട് പേരെ, പലരും കൂടുതലും എന്റെ സീനിയർ ലീഡേഴ്സും എല്ലാവരും തന്നെയാണ് കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. അവരെന്താണ് പറഞ്ഞത്? ഇങ്ങനെ അവർക്കൊക്കെ അറിയാം, അവരൊക്കെ നിസ്സഹായരാണ്. ഇല്ല, ഞാൻ തിരിച്ചു വിളിക്കാം എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. കാരണം ഇവിടെ വൈകിട്ട് വരെ എനിക്ക് ഇന്റർവ്യൂകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അവരോടുള്ള അനാദരവ് കൊണ്ടല്ല തിരിച്ചു വിളിക്കാഞ്ഞത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, തുറന്നു പറയാൻ പാടില്ലായിരുന്നു. എന്നെ ആക്രമിച്ച് ഒതുക്കാമെന്നൊന്നും വിചാരിക്കണം. അല്ല, ഞാൻ പറയട്ടെ രേണുക ഡിയർ, ഞാൻ പറയട്ടെ രേണുക, ഞാനൊരു പാർലമെന്റിൽ മത്സരിക്കാനോ അസംബ്ലിയിൽ മത്സരിക്കാനോ അങ്ങനെയൊക്കെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ നിശബ്ദയായിരുന്നു. എന്നിട്ട് നമ്മളെ പരിഹസിക്കുകയാണ്, നമ്മൾ വിസ്മൃതിയിലായി, നമ്മൾ ഇല്ലല്ലോ, പിക്ചറിൽ ഇല്ലല്ലോ, നമ്മളിങ്ങ് ചവിട്ടിലേക്ക്. ഇവിടെ താങ്കൾക്കറിയോ, യൂത്ത് കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വന്നു, അതിൽ 135 പേരെ അണിനിരത്തി. അന്ന് എന്റെ കൊളീഗായിരുന്ന അനിൽകുമാർ അതിൽ എന്നെ പങ്കെടുപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. ഈ ഓൾ ഇന്ത്യ നമ്മുടെ ടൂറിസം മന്ത്രിയായിരുന്ന അനിൽകുമാർ. കാരണം അനിൽകുമാറിനൊക്കെ അറിയാം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി സഹിച്ച കഷ്ടതകൾ അറിയാം. അനിൽ എന്നിട്ട് അവസാനം എന്നോട് പറയാ എന്നെ പങ്കെടുപ്പിക്കില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അനിൽ, അതിന്റെ അകത്ത് ഒരു 10 സ്ത്രീകളെ അനിലിനെ അറിയാവോ? ഈ കേരളത്തില് 10 പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചിട്ടുള്ള, അറിയില്ലല്ലോ. തീർച്ചയായും അങ്ങനെ നിരവധി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീമതി സിമി റോസ്ബെൽ, നടത്തിയാൽ സ്ത്രീകൾക്ക് സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും തുറന്നു പറയുന്ന സ്ത്രീകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അത് ഭയന്നാണ് പലരും തുറന്നു പറയാൻ തയ്യാറാകാത്തത്. കോൺഗ്രസ് പാർട്ടിയിൽ ഇനിയും തുടരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ? ഞാൻ പറയട്ടെ, കോൺഗ്രസ് പാർട്ടിയില് തീർച്ചയായിട്ടുമുണ്ട്. തെറ്റ് ചെയ്തവരാണ് പുറത്തു പോകേണ്ടത്. നേർവഴിയിലൂടെ വന്നവർ ഒരിക്കലും ആരെയും ഭയക്കേണ്ട, അവരെപ്പോഴും നിർഭയരായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, എന്നെ ചവിട്ടി പുറത്താക്കാനായിട്ട് ഇവരുടെയൊക്കെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണ്? കുടുംബ സ്വത്താണ് ഇന്ത്യൻ ഒറ്റ കാര്യം കൂടി, സിമി റോസ്ബെൽ കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടാണോ ഈ തുറന്നു പറച്ചിൽ നടത്തുന്നത്? ഒരിക്കലുമല്ല. എനിക്ക് പോവാനായിരുന്നെങ്കിൽ എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച പത്മജ പോയി എല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അറിയാമോ, ഞാൻ എന്റെ രാഷ്ട്രീയ മര്യാദ കൊണ്ട് ദീപ്തി പറഞ്ഞ പോലെ ആരും പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് മാന്യമായ അക്കോമഡേഷൻ ആയിട്ട് എനിക്ക് മുല്ലപ്പള്ളി കമ്മിറ്റിയിൽ എന്നെ ഇൻക്ലൂഡ് ചെയ്യാതിരുന്ന സമയത്ത് എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയല്ല. ഒരു പോസ്റ്റ് കിട്ടാൻ വേണ്ടി
പോകുന്ന ഒരാളല്ല ഞാൻ. ശരി, അതെന്റെ ശരി. രാഷ്ട്രീയ ശരി, മാന്യത, എന്തായാലും എന്റെ അന്തസ്, എന്റെ പ്രതിപക്ഷ അഭിമാനം, എന്റെ നേതാവിനെതിരെയാണ് credibility. ഗുരുതരമായ അതെന്റെ ആരോപണങ്ങൾ എന്നോടൊപ്പം ഉണ്ട്. അതെന്റെ ഉന്നയിക്കുന്നത്. മാതാപിതാക്കളിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. CPM-ഉം അത് ഏറ്റുപിടിച്ച സാഹചര്യത്തിൽ അദ്ദേഹം മറുപടി പറയേണ്ടി വരും ഒരു എന്നത് അദ്ദേഹം വളരെ വ്യക്തമാണ്. ഒരു തരത്തിലും ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ നോക്കേണ്ട എന്ന് സിമി റോസ്ബെൽ ആവർത്തിക്കുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം, കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പ്രൈം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ജോൺ ആരോപിച്ചു.